ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങൾ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ചു അല്ലേ? ഏതാ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാണ്? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? വ്യഞ്ജനാക്ഷരത്തിലെ കവർഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? ഖ, ഘ, ഖ പഠിച്ചു കഴിഞ്ഞു അല്ലേ? മൂന്നെണ്ണം ഏതാണെന്നോട് പറഞ്ഞേ. ഖ വെച്ചിട്ട് നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കാക്ക, പിന്നെയോ പിന്നെ കാട്, കടല്, കടല, കുറേ പദം പഠിച്ചിട്ടുണ്ട് ക വെച്ചിട്ട്. ഖ, ഖ, ഖ വെച്ചിട്ട് ഏതാ പഠിച്ചത്? നഖം, മുഖം, സുഖം, അതും പഠിച്ചു. ഘ, ഘ വെച്ചിട്ട് ഏതാ? ഗഗനം, ഗാനം, ഗാഥ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? ഖ, ഘടികാരം ഇല്ലേ? ഖ വെച്ചിട്ട് ഏതാ? ഘടികാരം. ക്ലോക്കിന് പറയുന്ന മറ്റൊരു വാക്കാണ് ഘടികാരം. പിന്നെ വേറൊരു പദം പറഞ്ഞേ. മേഘം. ആകാശത്തേക്കൊക്കെ മേഘം ഇങ്ങനെ ഉരുണ്ടുണ്ട് കാണില്ലേ? കറുപ്പ് കളറിൽ ഇങ്ങനെ ഒരു ഇതുപോലെ കാണുന്നില്ല ആകാശത്തേക്ക് നോക്കുമ്പോ? മേഘം. അതിലേതാണ്? ഘ. ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ? മേഘം പഠിച്ചു, ഘടികാരം പഠിച്ചു. ഇനി വേറൊന്ന്, ആഘോഷം. ആഘോഷം എന്ന് പറഞ്ഞാല് ഉത്സവത്തിന് നമ്മൾ ആഘോഷം എന്ന് പറയും. പൂരം, വീട്ടില് ഫംഗ്ഷൻ, അതിനൊക്കെ നമ്മൾ എന്താ പറയാ? ആഘോഷം. അതിലേതുണ്ട്? ഘ എന്നുള്ള അക്ഷരമുണ്ട്. അപ്പൊ 3 അക്ഷരം പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാ? മേഘം, ഘടികാരം, ആഘോഷം. ഇതൊക്കെ ഘ വെച്ചിട്ടുള്ള അക്ഷരങ്ങളാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്താ മേം വായിക്കുമ്പോൾ ഒപ്പം വായിക്കണം. പേജ് നമ്പർ 56, പാഠം 26. നമ്മൾ ടെക്സ്റ്റ് വായിച്ചതാണ്. മേം കഴിഞ്ഞ അക്ഷരങ്ങൾ ഒന്നുകൂടി വായിക്കുകയാണ്, ഒപ്പം വായിക്കണം. ഇതിലെ എല്ലാ അക്ഷരവും കൂടി ചേർന്നാണ് കിടക്കുന്നത്. മുഖം. പിന്നെ ക്ലോക്കിന്റെ ചിത്രം കണ്ട? ഇതിന് എന്താ പറയാ? ഘടികാരം. നഖം, ഗഗം, സുഖം, ഗാനം, ഗഗനം, ഗിരി. ഇനി നമുക്ക് പഠിക്കുന്ന അക്ഷരമാണ് മേഘം. ഏതക്ഷരം? മേഘം. പിന്നെ നമുക്ക് അടിയിൽ കുറച്ച് സെന്റൻസ് ഉണ്ട്. അമ്മ മുഖം കഴുകി. അമ്മ ഡാഷ് കഴുകി എന്ന് ചോദിക്കാം. അവിടെ എന്താ ആൻസർ ചെയ്തേണ്ടത്? മുഖം. വിശാഖൻ നഖം വെട്ടി. വിശാഖൻ ഡാഷ് വെട്ടി. അവിടെ എന്തെഴുതുക? നഖം. രാമൻ ഘടികാരം നോക്കി. രാമൻ ഡാഷ് നോക്കി. രാമൻ എന്താണ് നോക്കിയത് സമയം അറിയാനായിട്ട്? ഘടികാരം. എന്താ പറയാ? ഘടികാരം. രാമൻ ഘടികാരം നോക്കി. ഇനി ഗ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്നും ബോർഡിലേക്ക് നോക്കൂ. നമ്മൾ പഠിക്കുന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ ഘ. ഘ എഴുതാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പ പോലെ ആദ്യം എഴുതണം. നടുക്കെത്തുമ്പോൾ ലായാക്കി മാറ്റി എഴുതണം. ഇതാണ് ഏതക്ഷരം? ഘ. ഒന്നുകൂടി എഴുതാം. പ പോലെ ഫസ്റ്റ് എഴുതൂ. മധ്യഭാഗത്തെത്തുമ്പോൾ ലായാക്കി മാറ്റി എഴുതണം. ഈ അക്ഷരമാണ് ഘ. ഘ വെച്ചുള്ള വാക്കുകൾ ഏതൊക്കെ നമ്മൾ പഠിച്ചതെന്ന് പറയൂ. മേഘം. നമുക്ക് എഴുതിയാലോ? മേഘം, മേഘം. അടുത്ത പദോ? ആഘോഷം. ആഘോഷം, ആഘോഷം. അടുത്ത പദം ഘടികാരം. ഘടികാരം, ഘടികാരം. അപ്പൊ 3 പദം നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? മേഘം, ആഘോഷം, ഘടികാരം. ഇനി നമുക്ക് 2 പദങ്ങൾ എഴുതാനാണ്. പിന്നെ നമ്മൾ പഠിച്ച അക്ഷരം ഘ. ഘ വെച്ചിട്ട് 2 പദങ്ങൾ എഴുതണം. ഏതൊക്കെ എഴുതുക എന്ന് പറയൂ. ഘ വെച്ചിട്ട് പദങ്ങൾ എഴുതാം. മേഘം, എളുപ്പല്ലേ എഴുതാൻ. അടുത്തതോ? ഘടികാരം. അത് ഇനി നമുക്ക് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. പൂരിപ്പിക്കാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. രാമൻ ഡാഷ് നോക്കി. നമ്മുടെ ടെസ്റ്റിൽ ഉത്തരം എന്താണ്? രാമൻ ഘടികാരം നോക്കി. അപ്പൊ അവിടെ ഘടികാരം എന്നെഴുതാം. ഘടികാരം.
ഏതാണ് സെന്റൻസ്? രാമൻ ഘടികാരം നോക്കി. ഇപ്പൊ ഇന്ന് അക്ഷരം പഠിച്ചത് ഏതാണ്? ഘ വെച്ചിട്ടുള്ള അക്ഷരമാണ്. അപ്പൊ എല്ലാവരും ഈ അക്ഷരം 5 times എഴുതി പഠിക്കണം. പിന്നെ എന്ത് ചെയ്യണം? മാം തരുന്ന നോട്ട് ഭംഗിയായി വൃത്തിയായി 2 ലൈനിലും മുട്ടിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.